സംഘപരിവാറിന് വേണ്ടപ്പെട്ടവരുടെ സംഘപരിവാറിന് വേണ്ടിയാണ് സാധാരണ മെറ്റ ഇതുവരെ ഈ പണി ചെയ്തുകൊണ്ടിരുന്നത്. നരേന്ദ്രമോദി ഗവൺമെൻറ്റിനും അദ്ദേഹത്തിൻ്റെ മിനിസ്ട്രിക്കും അവരുടെ നിർദ്ദേശപ്രകാരം നടന്നുകൊണ്ടിരുന്നൊരു ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ മെറ്റ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ മെറ്റ ഇത്രയും കാലം സംഘപരിവാറിന് വേണ്ടി ചെയ്തുകൊണ്ടിരുന്ന മോദി ഗവൺമെൻറ്റിന് വേണ്ടി ചെയ്തുകൊണ്ടിരുന്ന പണി ഒരു മോദി BJP വിരുദ്ധ ഗവൺമെൻറ്റായ സതീശന് വേണ്ടി ശ്രീ VD സതീശന് വേണ്ടി ചെയ്യുന്നു. ഇതൊരു വളരെ അതിൻ്റെ പിന്നിൽ രാഷ്ട്രീയമാണ് ഞാൻ കാണുന്ന ഏറ്റവും വലിയ കൗതുകമുള്ള കാര്യം. ഞാൻ ഉയർത്തുന്ന പ്രശ്നം അത് തന്നെയാണ്. എങ്ങനെ ശ്രീ VD സതീശന് ഇത് സാധ്യമാകുന്നു? ഇത്രയും കാലം സംഘപരിവാറിന് വേണ്ടി മെറ്റ ചെയ്തുകൊണ്ടിരുന്നൊരു കാര്യം ശ്രീ സതീശന് വേണ്ടി ചെയ്യുന്നതിൻ്റെ രാഷ്ട്രീയ യുക്തി എന്താണ്? അത് വിശദീകരിക്കേണ്ടത് ശ്രീ സതീശൻ മാത്രമല്ല. രണ്ട് കാര്യങ്ങളിൽ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം അവരുടെ നിലപാട് വ്യക്തമാക്കണം. ഇത് വളരെ സീരിയസ് ആണ്. ഇത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള കടന്നുകയറ്റമാണ് എന്ന അഭിപ്രായം, ഇത് ശരിയല്ല എന്ന അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ ആംഗിളിൽ ശ്രീ രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനുമുണ്ടോ, ദേശീയ നേതൃത്വത്തിനുമുണ്ടോ? ഇതാണ് നമ്പർ 1. നമ്പർ 2, ഇതിലെങ്ങനെയാണ് സംഘപരിവാറിന് വേണ്ടപ്പെട്ട ഒരാളായി എങ്ങനെയാണ് ശ്രീ VD സതീശൻ മാറുന്നത്? ഇത് വളരെ പ്രസക്തമായൊരു ചോദ്യമാണല്ലോ. ഇതാണ് അതിൻ്റെ പൊളിറ്റിക്കൽ ആംഗിൾ. രണ്ടാമത്, ശ്രീ VD സതീശനെ വളരെ വിനയപൂർവ്വം ഓർമ്മപ്പെടുത്താനുള്ളത്, മെറ്റയെ കൂട്ടുപിടിച്ചതുകൊണ്ട് ഉയർന്നു വരുന്ന സ്വയം എക്സ്പോസ് ചെയ്യപ്പെടില്ല എന്ന് കരുതരുത്, എല്ലാം സുരക്ഷിതമായി എന്ന് കരുതരുത്. മെറ്റയെ കൂട്ടുപിടിച്ച് എല്ലാം സുരക്ഷിതമായി എന്ന് കരുതിയിരുന്നു ശ്രീ നരേന്ദ്രമോദി. CJP പ്രൊട്ടസ്റ്റ് ഉയർന്നു വന്ന സമയത്ത് CJP പ്രൊട്ടസ്റ്റ് ഉയർന്നു വരുന്നു, കോക്രോച്ച് ജനതാ പാർട്ടി ഉണ്ടാകുന്നു, ഒരു മീംസ് ക്യാമ്പയിൻ ആരംഭിക്കുന്ന സന്ദർഭത്തിൽ ആരംഭിച്ച എല്ലാ പ്ലാറ്റ്ഫോമുകളെ തന്നെ നീക്കം ചെയ്തു. അതുമായി ബന്ധപ്പെട്ട് വരുന്ന കോണ്ടൻറ്റുകൾ അങ്ങേയറ്റം ബുൾഡോസ് ചെയ്തു. എന്നിട്ടെന്തായി? എന്നിട്ടും ഉയർന്നു വന്നില്ലേ? അപ്പോൾ ഉയർന്നു വരുന്ന ജനരോഷത്തെ തണുപ്പിക്കുന്നതിനോ തനിക്കെതിരെ ഉയർന്നു വരുന്ന വിമർശനങ്ങളെ ഇല്ലാതാക്കാനോ ഇതുകൊണ്ട് സാധിക്കും എന്ന് കരുതിയേക്കരുത്. ഇനി അടുത്ത് അത് വളരെ രസകരമാണ്. അദ്ദേഹം പറയുന്നത് നെഹ്റുവിയൻ ലെഫ്റ്റ് എന്നാണ്. അത് നാളെ ഉറപ്പിച്ചു വെച്ചോളൂ. നാളെ ഒരു ദിവസം ഏതെങ്കിലും ഒരു വാർത്താ സമ്മേളനത്തിൽ ഇതാരെങ്കിലും ചോദിച്ചാൽ അദ്ദേഹം പറയും, നിങ്ങൾക്ക് കേട്ടത് തെറ്റിപ്പോയതാണ്, ഞാൻ നെഹ്റുവിൽ നിന്ന് ലെഫ്റ്റായ ആളാണ് എന്നാണ് പറഞ്ഞത്, നിങ്ങൾ അത് കേട്ടത് വ്യത്യാസമാണെന്ന് പറയും. അതാണ് നമ്മുടെ മുഖ്യമന്ത്രി. അപ്പോൾ നെഹ്റുവിയൻ ലെഫ്റ്റല്ല, നെഹ്റുവിൽ നിന്ന് ലെഫ്റ്റായ ശ്രീ VD സതീശനെയാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹത്തിന് നെഹ്റു വാക്കിലും അതോടൊപ്പം തന്നെ മനസ്സിൽ സവർക്കറുമാണ്. അതാണ് അതിൻ്റെ പ്രശ്നം. അപ്പോൾ ഇത് അവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞ പ്രധാനപ്പെട്ട പ്രശ്നം ഇത് വെച്ചാൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് മേലുള്ള ഈ കടന്നുകയറ്റം, ഈ ബുൾഡോസിങ്ങിനെ കുറിച്ച് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിൻ്റെ അഭിപ്രായം പറയണം. ഇത്രയും കാലം നരേന്ദ്രമോദിയും അതിൻ്റെ ശിങ്കിടികളും ഇത് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇതിനെ നിശിതമായ ഭാഷയിൽ ശ്രീ രാഹുൽ ഗാന്ധി വിമർശിച്ചിട്ടുണ്ടല്ലോ, കോൺഗ്രസ് വിമർശിച്ചിട്ടുണ്ടല്ലോ. CJPയുടെ കാര്യത്തിൽ പോലും കോൺഗ്രസിൻ്റെ നിലപാടുണ്ടായിരുന്നു. എങ്കിൽ പിന്നെ കേരളത്തിൽ നടക്കുന്ന ഈ മെറ്റയെ ഉപയോഗിച്ചുകൊണ്ടുള്ള ജനാധിപത്യ വിരുദ്ധ നീക്കത്തിൽ എന്താണ് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിൻ്റെ അഭിപ്രായം? അതാണ് അറിയാൻ.